الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പൊതുവായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട നിയമവശങ്ങൾ, തജ്വീദ് നിയമങ്ങൾ, അത് പൊതുവായി തന്നെ നാം അറിയുകയും പാലിക്കുകയും അതനുസരിച്ച് പാരായണം ചെയ്യുകയും ചെയ്തു വരുന്നു. എന്നാൽ പ്രത്യേകമായ ചില പദങ്ങൾ നമ്മൾ പാരായണം ചെയ്തു വരുന്നതായ ഹഫ്സ് റഹിമഹുല്ലാഹുവിൻ്റെ റിവായത്ത് പ്രകാരമുള്ള പാരായണ വൈവിധ്യങ്ങൾ, ഹഫ്സ് ബിൻ സുലൈമാൻ ബിൻ മുഗീറ അൽ അസദി അൽ കൂഫി റഹിമഹുല്ലാ തൻ്റെ ഉസ്താദായ ആസിം ബിൻ അബിൻ നജൂദ് അൽ കൂഫിയിൽ നിന്നും ഉദ്ധരിക്കുന്ന റിവായത്ത്, ഇതാണ് നമ്മുടെ റിവായത്ത്. ഇതിൽ ചില പദങ്ങൾക്ക് ചില പ്രത്യേകമായ രീതികൾ സ്വീകരിക്കേണ്ടതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് എല്ലാ റിവായത്തുകളിലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ചില പ്രത്യേകതകൾ ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെച്ച് മനസ്സിലാക്കുകയുണ്ടായി. അവസാനമായി ഇന്ന് 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ഇനിയും ഇതിനോടനുബന്ധമായി പലതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് സൂചിപ്പിക്കുന്നത് സൂറത്തുൻ നംലിലെ 36-ാമത്തെ വചനം. സൂറത്തുൻ നംലിലെ 36-ാമത്തെ വചനം, പേജ് നമ്പർ 380. നിങ്ങൾ മറിച്ചു നോക്കണം. 380 ഈ വചനം നാം പാരായണം ചെയ്യേണ്ടത് فَلَمَّا جَاءَ سُلَيْمَانَ قَالَ أَتُمِدُّونَنِي بِمَالٍ فَمَا آتَانِيَ اللَّهُ خَيْرٌ. ഇങ്ങനെയാണ് നമ്മൾ ഓതി പോകുക. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അതുമിദ്ദൂനനി, ഈ പദത്തിൽ യാ ഉൽ മുതകല്ലിം ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്. അതുമിദ്ദൂനനി എന്ന യാ ഉൽ മുതകല്ലിം ഇല്ലാതെയാണ് ഖുർആനിലുള്ളത്. ഇങ്ങനെ ധാരാളം പദങ്ങൾ നമുക്ക് കാണാം. യാ ഉൽ മുതകല്ലിം ഇല്ലാത്ത ധാരാളം പദങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഫമാ ആതാനിയല്ലാഹു, ആതാനിയല്ലാഹു, അവിടെ യാഇനെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. മറിച്ച് ഫമാ ആതാനില്ലാഹു എന്നല്ല നമ്മുടെ റിവായത്തിലുള്ളത്. ഇവിടെ യാ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് വസ്ല് ചെയ്യുമ്പോൾ നാം ഓതുന്നത്, ചേർത്തോതുമ്പോൾ ഫമാ ആതാനിയല്ലാഹു എന്നാണ് ഓതുക. എന്നാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ഇമാം ഹഫ്സിന് 2 വജ്ഹുകളാണുള്ളത്. 2 രീതികൾ സ്വീകരിക്കാവുന്നതാണ്. ഒരാൾ ആ പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ നിലക്ക് അവിടെ വഖഫ് ചെയ്യുകയില്ല, എന്നാൽ തന്നെയും വഖഫ് ചെയ്യണമെങ്കിൽ ഈ 2-ൽ ഒരു രീതി സ്വീകരിക്കാം. ഒന്ന്, ഇസ്ബാത്തുൽ യാഇ സാകിനതൻ, ആ യാഇന് സുകൂൻ നൽകിക്കൊണ്ട് ഫമാ ആതാനി, ഫമാ ആതാനി എന്ന യാഇനെ സ്ഥിരപ്പെടുത്തുക. രണ്ടാമത്തെ രീതി ഹദ്ഫുഹ വൽ വഖഫു അലൻ നൂൻ, ആ യാഇനെ ഹദ്ഫ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് നൂനിൽ വഖഫ് ചെയ്യുക. അതെങ്ങനെയാ? ഫമാ ആതാൻ എന്ന് സുക്കൂൻ പൂർണ്ണമായി നൽകിക്കൊണ്ടോ, അല്ലെങ്കിൽ റൗം എന്നാൽ ആതാനി അല്പം കസ്ർ കേൾപ്പിക്കുക എന്നതാണ്. റൗമിനെ കുറിച്ച് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്.
ചുരുക്കി പറഞ്ഞാൽ ഒന്നുകിൽ യാ സ്ഥിരപ്പെടുത്തി യാഇന് സുക്കൂന് കൊടുത്തുകൊണ്ട് ആതാനി എന്ന് അല്പം ദീർഘം നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ഹർഫുൽ മദ്ദായ സാക്കിനത്തായ യാ കൊടുത്തുകൊണ്ട് നിർത്തുക, ഫമാ ആതാനി എന്ന്. അതുമല്ലെങ്കിൽ യാഇനെ പൂർണ്ണമായും ഒഴിവാക്കി നൂൻ മാത്രം ഉച്ചരിച്ച് നൂനിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുക. ഈ 2 രീതികളിൽ ഒന്ന് സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് ഈ വചനത്തിൽ നാം പ്രത്യേകം അറിയേണ്ടതായ ഒരു കാര്യം. ഇനി സൂറത്തുർ റൂം 54-ാമത്തെ വചനം. സൂറത്തുർ റൂം 54-ാമത്തെ വചനത്തിൽ പേജ് നമ്പർ 410, പേജ് നമ്പർ 410 നിങ്ങൾ മറിച്ച് വെക്കുക. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ضعഫിൻ ثم ജഅല മിൻ ബഅദി ضعഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا. അവിടെ 3 ആവർത്തി വന്നിട്ടുള്ള പദമാണ് ضعഫ് എന്ന്. ഈ പദം ضعഫ് എന്ന് വന്നിരിക്കുന്നു. ഇവിടെ ضعഫിൻ എന്ന ഈ പദത്തിൽ ഇമാം ഹഫ്സിന് 2 രീതികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ മുഖദ്ദം ഫിൽ അദ കൂടുതലായി പാരായണം ചെയ്യപ്പെടുന്ന രൂപം ഫത്ഹ് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ضعഫ് എന്ന് എഴുതുക തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ضعഫിൻ എന്നോ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ضعഫിൻ എന്നോ പാരായണം ചെയ്യാവുന്നതാണ്. ضعഫ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, രണ്ടും ലോകത്തിലുള്ളതാണ്, ഭാഷയിലുള്ളതാണ്. ضعഫ് ضعഫ്. അപ്പോൾ ഇവിടെ മിൻ ضعഫിൻ എന്ന അതാണ് പാരായണം ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ള ആ രീതി, ആ രൂപം. അതുകൊണ്ട് ضعഫ് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ضعഫിൻ എന്നും പാരായണം ചെയ്യാൻ അനുവാദമുള്ളതാണ് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ 2 പദങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ അൽ ഹദ്ഫു വൽ ഇസ്ബാത്ത് എന്ന ഒരു വലിയ ഭാഗം തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. ലോപവും സ്ഥിരീകരണവും ഒഴിവാക്കിക്കൊണ്ടുള്ള ചില പദങ്ങളെ, ചില അക്ഷരങ്ങളെ, ഹർഫുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഓതുന്ന രീതി. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം പദങ്ങളുണ്ട്. അത് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങളില്ലാത്ത രൂപത്തിലാണ് വഖഫും ചെയ്യേണ്ടത്. അതേപോലെ സ്ഥിരപ്പെടുത്തിയ ചില പദങ്ങൾ, ചില അക്ഷരങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വലിയ ഭാഗം തന്നെ അൽ ഹദ്ഫു വൽ ഇസ്ബാത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം.